ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളതേ നല്ല മഴ ഉള്ള സമയത്ത് നല്ല കാറ്റുണ്ടായിട്ടോ, ഭയങ്കരമായിട്ട് കാറ്റുണ്ടായി. ആ കാറ്റിന് ഞങ്ങൾ കഴിഞ്ഞ് തെങ്ങിൻ്റെ മുകളിലേക്ക് വീണിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അതിൽ മാറ്റണം. അതിനായിട്ട് ഞാനും എൻ്റെ മാപ്പിളക്കാക്കും കൂടിയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് വെട്ടിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കത് വെട്ടിയെടുക്കാം കേട്ടോ. ഞാനതൊന്ന് വലിച്ചോക്കട്ടെ, പോരുമോന്നുള്ളത് കേട്ടോ. പോരുന്നില്ല, വലിച്ചിട്ട് പോരുന്നില്ല. ഒന്നും കൂടി മുറിയാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്നുകൂടി മുറിച്ചതിന് ശേഷം നമുക്കത് വലിച്ചെടുക്കാം, എന്നാലേ ഉള്ളൂ അത് കിട്ടുക. അപ്പോൾ അത് മുഴുവനായിട്ട് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മൂപ്പര് താഴെ വന്നിട്ട് വേണം വലിച്ചെടുക്കാൻ. എന്നെ കൊണ്ട് ഒറ്റ കഴിയില്ല. അപ്പോൾ മൂപ്പര് വന്നിട്ട് വലിച്ചെടുക്കണം അത് തെങ്ങിൻ്റെ മുകളിൽ നിന്ന്. തെങ്ങിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് അത് വീണിട്ടുള്ളത്. ഇനി ചൊട്ടക്കെട്ട് വരുന്നുള്ളൂ. തേങ്ങയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തെങ്ങിന്. നമ്മൾ കഴുങ്ങിൻ്റെ മുരട് വെട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടി വെട്ടി മാറ്റാണ്ട്, എന്നാലുള്ള ഇപ്പോൾ പൂർത്തിയാവുക. കഴുങ്ങുകൾ മൊത്തം ഇതുപോലെയാണ്, പോടായിട്ട് ഉള്ളിലൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗം ഫുള്ള് ഒന്നുമില്ല കഴുങ്ങുകൾ. ഈ ഭാഗം, ഈ ഒരു സൈഡിലുള്ള കഴുങ്ങ് മൊത്തം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എത്ര കഴുങ്ങ് അങ്ങനെ പോയി, അതിനൊക്കെ പുതിയത് വെച്ചു. ഈ കഴുങ്ങുകൾ ഇങ്ങനെ ആവാതിരിക്കാനുള്ള പരിഹാരം മരുന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ചില ആളുകൾ പറയുന്നുണ്ട് തെക്കമേലിൻ്റെ പ്രശ്നമാണെന്ന്, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ പോയ ഭാഗത്ത് പുതിയ പുതിയ കഴുങ്ങുകൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരു 3-4 കഴുങ്ങ് ഇതേ രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാറ്റടിക്കുമ്പോൾ വീഴും. എന്താ വീടിൻ്റെ അടുത്തല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. ഒരുപാട് കഴുങ്ങുകൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. എത്ര കണ്ടോ, ഇതേ രീതിയിലാണ് അടിയിൽ നിന്ന് മുകളിൽ വരെയും കഴുങ്ങുകളുടെ പ്രശ്നം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പോയതിൻ്റെ ഇടയിൽ കൂടെ പുതിയതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഇതുപോലെ വെട്ടി മാറ്റേണ്ടി വരും, കാരണം കാറ്റടിച്ചാലൊക്കെ ഇതുപോലെ വീഴും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.